Hi all, welcome to Set Your Life with me. Today I am going to describe the Reeve's tale and the wife of Bath's tale. The Reeve's tale. Reeve's tale is a fabulous നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Reeve's real name is Oswald. He is a bad-tempered man. And Reeve's tale is the third tale. Canterbury Tales first tale, Knight's Tale ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Miller's tale is the second tale. Third tale is the Reeve's tale. Miller's tale നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കാർപ്പൻറ്റർ ആയിരുന്നു മെയിൻ ക്യാരക്ടർ. കാർപ്പൻറ്ററിനെ ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഒരു മാഡ്മാൻ എന്ന് പറഞ്ഞിട്ട് ഫൂൾ ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ മില്ലർ കാർപ്പൻറ്റർ ജോബിനെ അല്ലെങ്കിൽ കാർപ്പൻറ്ററിനെ കളിയാക്കിയതുകൊണ്ട് റീവിൻ്റെ ടെയിലിൽ നേരെ തിരിച്ച് അതിന് പകരമായിട്ട് മില്ലറിനെ കളിയാക്കാണ്. മില്ലറിനെ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് പ്രസൻറ്റ് ചെയ്തുകൊണ്ടാണ് റീവ്സ് ടെയിൽ ഉള്ളത്. Miller mocks at the carpenter, so Oswald wants to mock back, so he tells a story about a miller. Here the name of the miller is Simpkin. Miller എന്ന് പറഞ്ഞാൽ എന്താണ്? ധാന്യങ്ങളൊക്കെ പൊടിക്കുന്ന മില്ലുണ്ടല്ലോ, അപ്പോൾ അതുള്ള ആളാണ് മില്ലർ. or he ഗ്രൈൻസ് കോൺസ് ആൻഡ് ഗ്രെയിൻസ്, ധാന്യങ്ങളും കോൺസും ഒക്കെ പൗഡർ രൂപത്തിലാക്കി കൊടുക്കുന്ന ആളാണ് മില്ലർ. ആൻഡ് ഹിസ് നെയിം ഇസ് സിംകിൻ. സിംകിൻ ആൻഡ് ഹിസ് വൈഫ് ആൻഡ് 20-year-old daughter ആൻഡ് a 6 months old son. 6 മാസം പ്രായമുള്ളൊരു കുട്ടി, 20 വയസ്സുള്ള മകള്, വൈഫ്, എല്ലാവരും കൂടി ലിവ് ഇൻ കാംബ്രിഡ്ജിലാണ് താമസിക്കുന്നത്. ഹി ലവ്സ് റെസ്ലിംഗ് ആൻഡ് ഫൈറ്റ്. അടികൂടാനും റെസ്ലിംഗ് ഒക്കെ ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ്. ആൻഡ് ഹി ഹാസ് വെപ്പൺസ് ഇൻ ഹിസ് ഹാൻഡ്സ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെപ്പൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫൈറ്റൊക്കെ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് തന്നെ മില്ലറിനോട് ആരും കൂടുതലായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാറില്ല. ആൻഡ് ഹീ ഈസ് എ ചീറ്റർ ഇൻ ദ സെൻസ്, ആളുകൾ ധാന്യവും കോൺസും ഒക്കെ പൊടിക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് അവരെ കാണാണ്ട് അതിൽ നല്ലൊരു പാട്ട് മാറ്റി വീട്ടിലേക്ക് അടിച്ചു മാറ്റുന്നൊരു സ്വഭാവമുള്ള ഒരാളാണ്. സോ ഹീ ഈസ് എ ചീറ്റർ. ഹി സ്റ്റീൽസ് ദ ഗ്രെയിൻസ് ആൻഡ് കോൺസ് ദാറ്റ് ഹിസ് കസ്റ്റമേഴ്സ് ബ്രിങ് ഫോർ ഗ്രൈൻഡിങ്ങിന് കൊണ്ടുവരുന്ന സാധനങ്ങൾ അടിച്ചു മാറ്റാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് അയാളുടെ ഒരു ഇരയായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. അവിടെയുള്ള സ്റ്റുഡൻസാണ് ജോൺ ആൻഡ് അലീൻ. സോ ബോത്ത് ഓഫ് ദം ഡിസൈഡ് ടു നോട്ട് ഗെറ്റ് ഫൂൾഡ് ബൈ ഹിം. അദ്ദേഹത്തിൻ്റെ ചീറ്റിങ്ങിൽ പെട്ട ആളുകളാണ്. സോ അദ്ദേഹത്തെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ജോൺ ആൻഡ് അലീൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ദേ അറൈവ് അറ്റ് സിംകിൻസ് മിൽ ടു ഗെറ്റ് ദെയർ ഗ്രെയിൻസൊക്കെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആൻഡ് ഇയാൾ പറ്റിക്കാണ്ടിരിക്കാൻ വേണ്ടി അവർ അവിടെ തന്നെ നിന്ന് വാച്ച് ചെയ്യാണ്. സോ അവർ വാച്ച് ചെയ്യുമ്പം ചീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മോഷ്ടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് സിംകിൻ അൺടൈ ദെയർ ഹോഴ്സസ്. അവരുടെ കുതിരയെ അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. സോ ജോണിൻ്റെയും അലീൻ്റെയും ഹോഴ്സസിനെ ഈ സിംകിൻ അഴിച്ചു വിടുകയാണ്. സോ ആ ഹോഴ്സസ് മിസ്സായി. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ജോൺ ആൻഡ് അലി go to search their horses. When they go for searching their horses, the miller steals half of the grains and gives that to his wife to make cake. അവരെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഈ മില്ലർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുതിരയെ അൺടൈ ചെയ്തു. കുതിരയെ പരതാൻ വേണ്ടി ജോൺ ആൻഡ് അലീൻ പോയ സമയത്ത് പൊടിപ്പിക്കാൻ കൊണ്ടുവന്ന ആ ഗ്രെയിൻസിന് പകുതി ഈ മില്ലർ അടിച്ചു മാറ്റുന്നു. ആൻഡ് അത് വെച്ചിട്ട് നല്ലൊരു കേക്ക് ഉണ്ടാക്കാൻ വൈഫിനോട് പറയാണ്. സോ ഇതറിഞ്ഞിട്ട് ജോൺ ആൻഡ് അലീൻ ടേക്ക് റിവെഞ്ച്. അവർ വളരെ ക്ലവറായിരുന്നു. ദേ സ്റ്റേ അറ്റ് മില്ലേഴ്സ് ഹൗസ്.
രാത്രി മില്ലറിൻ്റെ വീട്ടിലാണ് അവർ കഴിഞ്ഞത്. മില്ലർ അറേഞ്ചസ് 3 beds, 1 for Miller and wife, 1 for John and Aline, and 1 for Miller's daughter. 3 beds അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് മില്ലറിൻ്റെ വൈഫും യൂസ് ചെയ്യാൻ, ഒന്ന് ജോൺ ആൻഡ് അലീന് വേണ്ടിയിട്ട്, വേറെ ഒന്ന് 20-year-old ഡോട്ടർക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഒരു ചെറിയൊരു സൺ, 6 months old സൺ ഉണ്ടെന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ ക്രാഡിൽ ഈ മില്ലറിൻ്റെ ബെഡിൻ്റെ താഴെയായിട്ട് ഫൂട്ടിലാണ് വെച്ചിട്ടുള്ളത്. മില്ലർ കീപ്സ് ദി ബേബീസ് ക്രാഡിൽ അറ്റ് ദി ഫൂട്ട് ഓഫ് ഹിസ് ബെഡ്. മില്ലർ, ഹിസ് വൈഫ്, ഡോട്ടർ ആൻഡ് സൺ fall asleep, but ജോൺ ആൻഡ് അലീൻ don't sleep. ബാക്കി എല്ലാവരും ഉറങ്ങിയിട്ടും ജോണും അലീനും ഉറങ്ങിയിട്ടില്ല. കാരണം അവർക്ക് ആ റിവെഞ്ച് എടുക്കാനുള്ള ഒരു ചാൻസ് നോക്കിയിരിക്കുകയായിരുന്നു. വെൻ മില്ലേഴ്സ് വൈഫ് ഗോസ് ടു വാഷ്റൂം, മില്ലറിൻ്റെ വൈഫ് ഗോസ് ടു വാഷ്റൂം, ജോൺ മൂവ്സ് ദി ബേബീസ് ക്രാഡൽ ഫ്രം മില്ലേഴ്സ് ഫുട്ട് ടു ഹിസ് ബെഡ്. ഇരുട്ടാണ്. വൈഫ് വാഷ്റൂമിൽ പോയ സമയത്ത് ജോൺ ആ വാവയുടെ ക്രാഡിലെടുത്തിട്ട് ജോണിൻ്റെ ബെഡിൻ്റെ ചുവട്ടിൽ വെച്ചു. സോ ദാറ്റ് ആ ലേഡി, മില്ലറിൻ്റെ വൈഫ് തിരിച്ചു വരുമ്പം ക്രാഡിൽ എവിടെയാണെന്ന് നോക്കിയിട്ടാണ് അവർ വരുന്നുണ്ടാവുക. അപ്പോൾ ക്രാഡിലടുത്തുള്ള ബെഡാണ് അവരുടെ ബെഡ് എന്ന് വിചാരിച്ചിട്ട് അവർ കയറി ആ ബെഡിൽ കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് ജോൺ അങ്ങനെ ചെയ്തത്. സോ ഹി മൂവ്സ് ദ ബേബീസ് ക്രാഡിൽ ഫ്രം മില്ലേഴ്സ് ഫുട്ട് ടു ഹിസ് ബെഡ്. വൈഫ്, ഹു ഡസൻറ്റ് നോ അബൌട്ട് ദിസ്, സ്ലീപ്പ് വിത്ത് ജോൺ. ഹസ്ബൻഡിൻ്റെ കൂടെയാണ് കിടക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ജോണിൻ്റെ കൂടെയാണ് മില്ലറിൻ്റെ വൈഫ് അന്ന് ഉറങ്ങിയത്. അറ്റ് ദ സെയിം ടൈം അലീൻ സ്ലീപ്പ് വിത്ത് മില്ലേഴ്സ് ഡോട്ടർ. മില്ലറിൻ്റെ ഡോട്ടറിൻ്റെ കൂടെയാണ് അലീൻ ഉറങ്ങിയത്. അലീൻ wakes up at dawn and reveals everything about the night to John. അലീൻ ജോൺ ആണെന്ന് വിചാരിച്ചിട്ട് ആ നൈറ്റിനെ കുറിച്ചിട്ട് പറയുന്നത് സിംകിനോടാണ്. അലീൻ wakes up at dawn and reveals everything about the night to John, but it was Simkin whom he tells everything. സിംകിനാണ് അടുത്ത് കിടക്കുന്നതെന്ന് അറിയാണ്ട് ജോൺ ആണെന്ന് വിചാരിച്ചിട്ട് അലീൻ ഉണ്ടായ കഥകളൊക്കെ പറയുന്നു. അത് അറിഞ്ഞിട്ട് സിംകിൻ ബിക്കംസ് ആംഗ്രി. സിംകിൻ എല്ലാം മനസ്സിലാക്കി എന്ന് അറിഞ്ഞപ്പോൾ ബോത്ത് അലീൻ ആൻഡ് ജോൺ ബീറ്റ് സിംകിൻ. ദേ ടേക്ക് ദ കേക്ക്. അവരുടെ ആ ഒരു ഗ്രെയിൻസ് മോഷ്ടിച്ച് ഉണ്ടാക്കിയ കേക്കും എടുത്തുകൊണ്ട് ദേ റൺ അവേ. നെക്സ്റ്റ് ടൈലേഴ്സ് ദ വൈഫ് ഓഫ് ബാത്ത്സ് ടെയിൽ. വൈഫ് ഓഫ് ബാത്തിൻ്റെ ക്യാരക്ടർ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷി മാരീഡ് 5 times ആൻഡ് കൺസിഡേർഡ് ഇറ്റ് ആസ് ഗോഡ്സ് ഗിഫ്റ്റ്. 5 പ്രാവശ്യം കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. 2 of her husbands are bad and unfaithful and 3 are good, rich and easily controlled. അവരവരുടെ ഹസ്ബൻഡ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആദ്യം കല്യാണം കഴിച്ച 2 പേര് ബാഡായിരുന്നു, അൺഫെയ്ത്ത്ഫുൾ ആയിരുന്നു. പിന്നെ 3 പേര് വളരെ റിച്ചാണ്, ഗുഡാണ്, അതുപോലെ തന്നെ ഈസിലി കൺട്രോൾഡ് ആണ്. വൈഫ് ഓഫ് ദ ബാത്ത്സ് ടെയിൽ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ലോത്ത്ലി ലേഡി. ലോത്ത്ലി ലേഡി എന്നൊരു മോട്ടീഫിൽ എഴുതിയതാണ്. ഇൻ മീഡിയവൽ ലിറ്ററേച്ചർ എന്താണ് ലോത്ത്ലി ലേഡി എന്ന് നോക്കാം. ലോത്ത്ലി ലേഡി എന്ന് പറയുന്നത് എ വുമൺ അപ്പിയേഴ്സ്, ഫസ്റ്റ് ഒരു അഗ്ലി വുമൺ ആയിട്ട് അപ്പിയർ ചെയ്യുന്നു, ബട്ട് ദെൻ ട്രാൻസ്ഫോംഡ് ആസ് ബ്യൂട്ടിഫുൾ ലേഡി. ഒരു യങ് മാൻ അപ്പിയർ ചെയ്യുമ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായി മാറുന്ന അഗ്ലി ലേഡീസ്. അങ്ങനെ ഒരു മോട്ടീവിൽ മെഡീവൽ ലിറ്ററേച്ചറിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടേമാണ് ലോത്ത്ലി ലേഡി. സോ ലോത്ത്ലി ലേഡി എന്നൊരു മോട്ടീവിൽ എഴുതിയതാണ് ദ വൈഫ് ഓഫ് ബാത്ത്സ് ടെയിൽ. ടെയിലിലേക്ക് പോവാം. കിങ് ആർതറിൻ്റെ പാലസാണ്
കോട്ടാണ്. അവിടെ ഒരു നൈറ്റ് വിത്ത് എ ബ്യൂട്ടിഫുൾ ലേഡി എത്തിയിരിക്കുകയാണ്. ആൻഡ് ദ റീസൺ ഇസ് ദ യങ് നൈറ്റ് റേപ്സ് ദാറ്റ് ബ്യൂട്ടിഫുൾ യങ് ലേഡി. സോ അതിലുള്ള ക്രോസിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്, കോർട്ട് ക്രോസസ്, ആൻഡ് ഡിസൈഡ്സ് ടു ഗിവ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ടു ദി നൈറ്റ്. കിങ് ക്രോസ് വിസ്താരത്തിനൊക്കെ ശേഷം ജഡ്ജ്മെൻറ്റ് നടത്തുകയാണ്. അതായത് ആ ലേഡീനെ റേപ്പ് ചെയ്ത നൈറ്റിൻ്റെ തല വെട്ടുക. അതാണ് കിങ് വിധിച്ച ശിക്ഷ. ബട്ട് ഹിസ് വൈഫ്, കിങ് ആർതർസ് വൈഫ്, ദാറ്റ് മീൻസ് ദ ക്വീൻ, ആസ്ക് ആർതർ ടു ഗിവ് ദ നൈറ്റ് എ ചാൻസ് ടു സേവ് ഹിസ് ഓൺ ലൈഫ്. നൈറ്റിന് ഒരു ചാൻസ് കൊടുക്കണം എന്ന് ക്വീൻ ആർതറിനോട് ആവശ്യപ്പെടുകയാണ്. സോ ആർതർ ഗ്രാൻസ് പെർമിഷൻ. ക്വീൻ ആസ്ക്സ് ദ നൈറ്റ് ടു ഫൈൻഡ് ഔട്ട് ദി ആൻസർ ഓഫ് എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ക്വീൻ. വിതിൻ 1 year ആ ക്വസ്റ്റ്യന് ആപ്റ്റായിട്ടുള്ള ആൻസർ കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് സേവ് ചെയ്യാമെന്ന് ക്വീൻ അവകാശപ്പെടുന്നു. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് വിമൻ വാണ്ട് മോസ്റ്റ് ഇൻ ദ വേൾഡ്. വാട്ട് വിമൻ വാണ്ട് മോസ്റ്റ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം എന്താണ്, ഒരു ഇഷ്ടമുള്ള കാര്യം എന്താണ്, അതായിരുന്നു ക്വസ്റ്റ്യൻ. ആൻഡ് ഷീ ആക്ട്സ് ദാറ്റ് ഒരു വിതിൻ 1 year he should report the answer. If he wins he can save his life, but if he fails he will lose his head. ഇതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുകയാണെങ്കിൽ ലൈഫ് സേവ് ചെയ്യാം, അല്ലെങ്കിൽ തല പോകുമെന്ന് ക്വീൻ നൈറ്റിനോട് പറയുന്നു. Knight roams here and there and he wanders everywhere in the country to find out the answer and asks to every woman he meets. കാണുന്ന സ്ത്രീകളോടൊക്കെ ആ നൈറ്റ് ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. ബട്ട് അദ്ദേഹത്തിന് ഒരു ആപ്റ്റായിട്ടുള്ള ഒരു ആൻസർ കിട്ടിയില്ല. സം സേ വിമൻ ലവ് മണി, സം ക്ലെയിം വിമൻ നീഡ് സെക്സ്, സം അസേർട്ട് വിമൻ ലവ് ഫ്ലാറ്ററി. പല സ്ത്രീകളും പല ഉത്തരങ്ങളാണ് പറഞ്ഞത്. ചില ആളുകൾ പറഞ്ഞത് സ്ത്രീകൾക്ക് മണിയാണ് ഇഷ്ടം, സ്ത്രീകൾക്ക് സെക്സാണ് ഇഷ്ടം എന്ന് പറഞ്ഞ ആളുകളുണ്ട്, ഫ്ലാറ്ററി ഇഷ്ടമാണ്. അങ്ങനെ പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. പക്ഷെ ഒരു ആപ്റ്റ് ആൻസറായിട്ട് അവനായിരുന്നു തോന്നിയില്ല. ഹിസ് ഡേ കം നിയർ ആൻഡ് നിയറർ. അതായത് ജഡ്ജ്മെൻറ്റ് നടപ്പാക്കേണ്ട ദിവസം അടുത്തടുത്ത് വരികയാണ്. വൺ ഡേ ഹി സീസ് എ ഗ്രൂപ്പ് ഓഫ് വിമൻ ഡാൻസിങ്. ഒരു ഫോറസ്റ്റിൻ്റെ അടുത്തൂടെ നടക്കുന്ന സമയത്ത് ആ നൈറ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് വിമൻ ഡാൻസ് ചെയ്യുന്നത് കണ്ടു. ആൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് പോയപ്പോഴേക്ക് ദേ വാനിഷ്. ആ ഗ്രൂപ്പ് ഓഫ് വിമൻ്റെ പകരമായിട്ട് ഒരു അഗ്ലി വുമനെയാണ് പിന്നെ കാണാൻ പറ്റിയത്. ഓൾഡ് അഗ്ലി വുമൻ. ഹി സീസ് ദാറ്റ് ഓൾഡ് അഗ്ലി വുമൻ ആൻഡ് ആസ്ക്സ് ദ ക്വസ്റ്റ്യൻ ടു ദാറ്റ് ഓൾഡ് ലേഡി. ആ നൈറ്റ് അടുത്തേക്ക് പോകുമ്പോഴേക്ക് തന്നെ ആ ഗ്രൂപ്പ് വാനിഷായി. അതിന് പകരം ഒരു ഓൾഡ് അഗ്ലി വുമനെയാണ് പിന്നെ ഈ നൈറ്റിനെ കാണാൻ പറ്റിയത്. സോ ഹി ആസ്ക്സ് ദാറ്റ് ക്വസ്റ്റ്യൻ ടു ദാറ്റ് ലേഡി. ആൻഡ് കഥകളൊക്കെ പറയാണ്. ദ ഓൾഡ് ലേഡി guarantees that she can give the answer and can save his life. ബട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതിന് കൃത്യമായിട്ട് ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സേവ് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്താൽ യു ഷുഡ് മാരി മീ. She guarantees that she can give the answer and can save his life only if he is ready to marry her. ആ ഉത്തരത്തിന് റിവാർഡ് എന്നുള്ള രീതിയിൽ എന്നെ മാരേജ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഇതിനുള്ള കറക്റ്റ് ആൻസർ ഞാൻ പറഞ്ഞു തരാമെന്ന് ആ ഓൾഡ് ലേഡി നൈറ്റിനോട് പറയാണ്. അറ്റ് ദാറ്റ് ടൈം ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ നൈറ്റ് അഗ്രീസ്. ദേ റീച്ച് ദ കോർട്ട് ആൻഡ് ഗിവ് ദ ആൻസർ. അവർ കോർട്ടിലേക്ക് പോവാണ്, ആർതറിൻ്റെ പാലസിലേക്ക് പോവാണ്. ആൻഡ് ആ ആൻസർ പറയാണ്. വാട്ട് വിമൻ വാണ്ട് മോസ്റ്റ് ഇൻ ദ വേൾഡ് ഇസ് ടു ബി ഇൻ ചാർജ് ഓഫ് ദെയർ ഹസ്ബൻഡ്സ് ആൻഡ് ലവേഴ്സ്. ഹസ്ബൻഡ്സിൻ്റെയും ലവേഴ്സിൻ്റെയും ചാർജ് കിട്ടുക എന്നുള്ളതാണ് ഒരു വിമന് ഈ വേൾഡിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്ന് ഉത്തരം പറയാണ്.
ആ ഉത്തരം ക്വീനിന് ഭയങ്കര ഇഷ്ടമായി ആൻഡ് ഷീ ആക്സെപ്റ്റ്സ് ദ ആൻസർ. ദ അഗ്ലി വിമൻ ആസ് ഹിം ടു മാരി ഹെർ. ആ ഉത്തരം പറഞ്ഞു ലൈഫ് സേവ് ചെയ്യാൻ പറ്റി നൈറ്റിൻ്റെ. അതിനുശേഷം ആ അഗ്ലി വിമൻ നേരത്തെ അവർ പ്രോമിസ് ചെയ്ത പോലെ എന്നെ കല്യാണം കഴിക്കണം എന്ന് നൈറ്റിനോട് ആവശ്യപ്പെട്ടു. ബട്ട് ഹി റിജക്ട്സ് ആൻഡ് ക്രൈസ് ഇൻ ഹോറർ. ഇത്രയും അഗ്ലിയായിട്ടുള്ളൊരു വുമണിനെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് നൈറ്റ് അതിൽ നിന്ന് എൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നിങ്ങളെടുത്തോ, പകരം എനിക്ക് എൻ്റെ ലൈഫ് വേണം, നിങ്ങളെനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് ആ അഗ്ലി വുമണിനോട് നൈറ്റ് പറയാണ്. ബട്ട് ഷീ റെഫ്യൂസസ്. നേരത്തെ പ്രോമിസ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ നൈറ്റ് മാരീസ് ഹെർ. ആ ഓൾഡ് ലേഡിയെ മാരി ചെയ്യാണ്ട് നൈറ്റിന് വേറെ ചോയ്സ് ഉണ്ടായിരുന്നില്ല. സോ ഹി മാരീസ് ദാറ്റ് അഗ്ലി ഓൾഡ് വുമൺ. ഇൻ ദ ബെഡ് he says he cannot accept her as a wife because of the shame of having such an ugly lady as a wife. ഇത്രയും അഗ്ലി ആയിട്ടുള്ളൊരു വുമണിനെ ഭാര്യയായി ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഷെയിംഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഹി സേസ് ഹി കനോട്ട് ആക്സെപ്റ്റ് ഹെർ ആസ് എ വൈഫ്. ഒരു വൈഫ് എന്നുള്ള രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ആ നൈറ്റ് ഓൾഡ് ലേഡിയോട് പറയണം. ഷീ ട്രൈസ് ടു കാം ഹിം ബൈ ഓഫറിങ് ദ നൈറ്റ് എ ചോയ്സ്. either she can be ugly but loyal or she can be young and beautiful but unfaithful. ഞാനൊരു ചോയ്സ് തരാം, അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റിനോട് ആ ഓൾഡ് ലേഡി ആവശ്യപ്പെടുകയാണ്. ഷീ ഓഫേഴ്സ് ദ നൈറ്റ് എ ചോയ്സ്. ഒന്നുകിൽ ഞാൻ ഇതേപോലെ അഗ്ലി ആയിട്ട് ഓൾഡ് ആയി ഇരിക്കും, ബട്ട് ഞാൻ വളരെയധികം ലോയലായിരിക്കും, ഫെയ്ത്ത്ഫുൾ ആയിരിക്കും ആസ് എ വൈഫ്. അതല്ലെങ്കിൽ ഞാൻ ഒരു ബ്യൂട്ടിഫുൾ യങ് ലേഡി ആയിട്ട് മാറാം, ബട്ട് ഞാൻ അൺഫെയ്ത്ത്ഫുൾ ആയിരിക്കും. ഇതിൽ ഏത് വേണം? ഇതിൽ എങ്ങനെയുള്ള വൈഫിനെ നിങ്ങൾക്ക് വേണം? നിങ്ങൾ പറയുന്ന പോലെ ഞാൻ മാറാം എന്ന് ആ നൈറ്റിനോട് ഓൾഡ് ലേഡി പറയാണ്. ദ നൈറ്റ് ആസ്ക്സ് ഹെർ ടു ചൂസ് വാട്ട് എവർ ഷീ തിങ്സ് ബെസ്റ്റ്. നൈറ്റ് റിപ്ലൈ ചെയ്തത്, ഈ രണ്ട് ചോയ്സസിൽ നിനക്ക് ഏതാ ആപ്റ്റ് എന്ന് തോന്നുന്നു, നിനക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നത് സെലക്ട് ചെയ്തോ എന്ന് നൈറ്റ് റിപ്ലൈ ചെയ്യുന്നു. ആ ആൻസർ, അതായത് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ എന്നുള്ള ആൻസർ ആ നൈറ്റ് ലേഡിയെ വളരെയധികം സന്തോഷിപ്പിച്ചു. ബിക്കോസ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ആൻസർ ഗേവ് ടു ദ വുമൺ. ഒരു ലേഡിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല റിപ്ലൈ ആയിരുന്നു അത്. ഷീ ദെൻ ട്രാൻസ്ഫോംഡ് ആസ് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ. വളരെ സുന്ദരിയായിട്ടുള്ള ഒരു യങ് ലേഡിയായി അവൾ മാറുകയാണ്. ആൻഡ് ബിക്കംസ് ഫെയ്ത്ത്ഫുൾ. ഒരു വളരെയധികം ലോയൽ ആൻഡ് ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു വൈഫായി, യങ് ലേഡിയായി അവർ മാറുകയാണ്. ദേ ഹാവ് എ ഹാപ്പി ആൻഡ് ലോങ് ലൈഫ് ടുഗെദർ. അവർ രണ്ടുപേരും കുറേ കാലം സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിച്ചു. ഇതാണ് വൈഫ് ഓഫ് ബാത്ത്സ് ടെയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. പിന്നെ ഈ കാൻറ്റർബറി ടേൽസിലെ ടെയിൽസൊക്കെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സെറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, ലിറ്ററേച്ചർ പഠിക്കുന്ന പല കുട്ടികൾക്കും ഇത് കുറച്ച് ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ഡീറ്റെയിൽഡായിട്ട് ഓരോരോ സ്റ്റോറിയും പറയുന്നത്. അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഇതിൽ അത്യാവശ്യം ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ എന്താണ് സ്റ്റോറി എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ അടുത്ത 2 ടെയിൽസുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും താങ്ക് യു.